ഹീയടാ ഹീയാ. ഹായ്, എന്ത് രസം ഇങ്ങനെ പറക്കാൻ. ഹോ, അപ്പോഴേക്കും ദേ തുടങ്ങി പിടിച്ചു വലിക്കാൻ. ആദ്യമായിട്ട് പറക്കാണ് പട്ടൂസ്. ഈ പിടിവലി അവന് ഒട്ടും പിടിക്കുന്നില്ല. നന്നായിട്ടൊന്ന് പറക്കാനും സമ്മതിക്കില്ല. കഷ്ടം തന്നെ. ദേ ആബിദക്കുട്ടി, ഇവളുടെ ഒരു കാര്യം. പട്ടൂസേ, വല്ലാതെ മുകളിലേക്കൊന്നും പോകല്ലേ. കാറ്റടിച്ച് ജലദോഷം പിടിക്കും. രാത്രിയാവുമ്പോൾ വേഗം താഴെ വരണേ. പരുന്തിനെ തോൽപ്പിക്കാനുള്ള പന്തയ പറക്കലിന്റെ ആവേശത്തിലാണ് പട്ടൂസ്. നീ ഇതെവിടെയാ? ഇരുട്ടാവുന്നത് കാണുന്നില്ലേ? വേഗം താഴോട്ടു വാ. കുറച്ചുകൂടി കഴിയട്ടെ, ഞാൻ വരാം. എന്റെ നൂലിൽ പിടിച്ചിങ്ങനെ വലിക്കല്ലേ, ഒന്ന് വിടോ പ്ലീസ്. എന്റെ പുന്നാര താത്തിയല്ലേ. ഇല്ലില്ല, ഞാൻ പിടിവിട്ടാൽ നീ എങ്ങനെ താഴേക്ക് വരും? അവിടെ എപ്പോഴും വീശിയടിക്കുന്ന വികൃതിക്കാറ്റാ. അത് നിന്നെ വല്ല കാട്ടിലോ മേട്ടിലോ കൊണ്ടുപോയിടും. ഞാൻ എങ്ങും പോവില്ല. പാറി പാറി തളരുമ്പോൾ ഉറപ്പായും തിരിച്ചു വരുമിത്ത. ഒട്ടും പേടിക്കണ്ട. എന്നാലും നൂല് മേലോട്ടിങ്ങനെ വലിക്കല്ലേ പട്ടൂസേ. ആപത്താണ് പട്ടൂസേ. ഇനിയും മുകളിലോട്ട് പോകല്ലേ. അയ്യോ, പാവം എന്റെ പട്ടൂസ്. അവനിനി എങ്ങനെ താഴെ വരാനാ? എന്തിനാ മോനെ കരയുന്നത്? എനിക്ക് ഇത്തായെ കാണണം. എവിടെയാ അവളുടെ വീട്? എനിക്കറിയില്ല. അറിയില്ലേ? ഇനി എന്തു ചെയ്യും? ഹലോ, മെടക്കാറ്റല്ലേ? ഒരു സഹായം വേണമല്ലോ. എന്താ വേണ്ടത്? ഈ പട്ടൂസിനെ ആബിദക്കുട്ടിയുടെ അടുത്തെത്തിക്കണം. വേഗം വേണം. അതിന് എവിടെയാ ആബിദക്കുട്ടിയുടെ വീട്? ചേടാ, ഇതാണിപ്പോ നന്നായത്. നീയല്ലേ എല്ലായിടത്തും മൂലിപ്പാട്ടും പാടി കയറി ഇറങ്ങാറുള്ളത്. നിനക്കറിയില്ലേ അവളുടെ വീട്? ഒന്ന് ഓർത്തു നോക്ക്.